നിലമ്പൂർ DFO ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ അറസ്റ്റിലായ PV അൻവർ MLA ജയിൽ മോചിതനായി. നിലമ്പൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് PV അൻവർ ജയിൽ മോചിതനായത്. പിന്തുണച്ച എല്ലാവർക്കും നന്ദിയെന്നും പിണറായി വിജയനെ താഴെയിറക്കാൻ UDF-ഉമായി കൈകോർക്കുമെന്നും PV അൻവർ പറഞ്ഞു. കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ വന്യമൃഗ വിഷയം അത് അങ്ങേയറ്റം ഗൗരവമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ നൽകിയിട്ടുള്ള പിന്തുണയൊക്കെ. അതുകൊണ്ട് പിണറായി വിജയൻ ഒരു ദിവസമോ അല്ലെങ്കിൽ ഈ 10 ദിവസമോ, ഞാൻ 100 ദിവസം കിടക്കാൻ തയ്യാറായിട്ടാണ് പോന്നിരുന്നത് മിനിമം. കാരണം അതിന് തയ്യാറെടുത്താണ് ഞാൻ ഇറങ്ങിയിരുന്നത്. കാരണം ഏതൊക്കെ കേസുകൾ, നാട് മുഴുവൻ FIR-കളാണ്. അതിന്റെ പേര് പറഞ്ഞിട്ട് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയും നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ വീട്ടുകാരോടൊക്കെ അത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. സർക്കാർ ഞാൻ പറഞ്ഞില്ല, സ്വയം കുഴി കൊത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായിയുടെ ആവശ്യം ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരരുതെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് തമാശയായി തോന്നും. CPM അധികാരത്തിൽ വരാതിരിക്കാനുള്ള കരാറാണ് കേന്ദ്രത്തിലെ RSS നേതൃത്വം അദ്ദേഹമായി ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് തൊട്ടിട്ട് എന്തിനാ ഈ ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത്? കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് ആവർത്തിച്ച് പിണറായി പറയുന്നത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, വലിയൊരു വെല്ലുവിളിയാണ് PV അൻവർ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. പിണറായിസത്തെ താഴെ ഇറക്കും എന്നുള്ള ഉറച്ച ദൃഢനിശ്ചയത്തോടെയാണ് അൻവർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായും ഇന്ന് 8:30 PV അൻവർ ജയിൽ മോചിതനാകുന്നത്. വൈകിട്ട് 5 മണിക്കാണ് നിലമ്പൂർ മജിസ്ട്രേറ്റ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി PV അൻവറിന് ജാമ്യം അനുവദിച്ചത്. ചില വ്യവസ്ഥകളോട് കൂടിയാണ് ജാമ്യം അനുവദിച്ചത്. പ്രത്യേകിച്ച് 50,000 രൂപയുടെ ആൾ ജാമ്യം, അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിച്ചതിന് 35,000 രൂപ കോടതിയിൽ കെട്ടിവെക്കണം, എല്ലാ ബുധനാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നീ നിർദ്ദേശങ്ങളാണ് അതിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ജാമ്യ ഉത്തരവ് കോടതിയിൽ എത്താൻ വൈകിയതാണ് ജാമ്യത്തിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ താമസിക്കാൻ കാരണം. ഏതായാലും 8:30 തന്നെ PV അൻവർ ജയിൽ മോചിതനായി. ഏതായാലും സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ജയിൽ മോചിതനായ ശേഷവും PV അൻവർ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ഇന്നലെ താനൊരു 100 ദിവസമെങ്കിലും ജയിലിൽ കിടക്കാമെന്ന് കരുതിയാണ് വന്നത്. അത്തരത്തിൽ തന്റെ പേരിൽ കേസുകൾ ഉണ്ടാകുമെന്നാണ് കരുതിയത്. ഏതായാലും ജുഡീഷ്യറിയിൽ തനിക്ക് വിശ്വാസമുണ്ടായിരുന്നു, അത് ജുഡീഷ്യറി ആ വിശ്വാസം കാത്തു എന്നുള്ളതും ആണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല UDF നേതാക്കൾ തന്നെ ഒരുപാട് പിന്തുണച്ച എല്ലാവർക്കും നന്ദി എന്നും PV അൻവർ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പിണറായി വിജയനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് ഇന്നും PV അൻവർ ഉയർത്തിയത്. ഈ പിണറായി വിജയൻ കേരളത്തിൽ സ്വയം കുഴി തോണ്ടുകയാണ് എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞത്. മാത്രമല്ല UDF-ഉമായി പിണറായി വിജയനെ താഴെ ഇറക്കാൻ UDF-ഉമായി കൈകോർക്കാൻ തയ്യാറാണെന്നും PV അൻവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് PV അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ കരുളായി വനത്തിൽ ഒരു ആദിവാസി യുവാവ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിൽ മായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിലാണ് നിലമ്പൂരിലെ നോർത്ത് DFO ഓഫീസിലേക്ക് PV അൻവറിന്റെ നേതൃത്വത്തിൽ DMK പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഈ മാർച്ചിന്റെ അവസാനം DFO ഓഫീസിന്റെ വാതിൽ തകർത്ത് അതിനകത്തുണ്ടായിരുന്ന മേശയും കസേരകളും ഒക്കെ തകർക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് PV അൻവറിനെതിരെ കേസെടുത്തത്. പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരുന്നത്. അതിന് പിന്നാലെ ഇന്നലെ രാത്രിയോടുകൂടി പോലീസ് സംഘം അൻവറിന്റെ ഒതായിലെ വീട്ടിലേക്ക് എത്തി നാടകീയമായി അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. വലിയ പ്രതിഷേധമൊക്കെ ആ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ UDF നേതാക്കളടക്കം അൻവറിന് പിന്തുണയുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് അടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് രാവിലെ തന്നെ ജാമ്യാപേക്ഷ അൻവർ നൽകിയിരുന്നു. അത് രാവിലെ പരിഗണിച്ച കോടതി പോലീസിന്റെ റിപ്പോർട്ടടക്കം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും 5 മണിയോടുകൂടി കോടതി പിന്നീട് ജാമ്യം അനുവദിക്കുകയാണ് ചെയ്തത്. ശരി, ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസിൽ PV അൻവർ MLA-യെ പിന്തുണച്ച UDF നേതാക്കൾ അൻവറിന്റെ അറസ്റ്റ് പ്രതികാര രാഷ്ട്രീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നടപടി പക്ഷപാതപരമാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും ആരോപിച്ചു. അതേസമയം അൻവറിനെ മഹത്വവൽക്കരിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കരുതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ വിമർശിച്ചു.
നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിനു നേരെ DMK പ്രവർത്തകർ നടത്തിയ അക്രമവും അതിനു പിന്നാലെ നടന്ന PV അൻവർ MLAയുടെ അറസ്റ്റും ഏറെ വാദപ്രതിവാദങ്ങൾക്കാണ് വേദിയാകുന്നത്. അൻവറിനെ അറസ്റ്റ് ചെയ്ത രീതി ശരിയായില്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അൻവറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. MLAയുടെ നിയോജക മണ്ഡലത്തിൽ ഒരാളെ ആന ചവിട്ടിക്കൊന്ന് വലിയ സംഘർഷം നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ കൂടെയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അതിന്റെ പേരിൽ ജാമ്യമില്ലാത്ത കേസെടുത്ത് MLAയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നു, ഇത് കേരളമാണ്. വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പോലീസ് നടപടി ശരിയായില്ലെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഇന്നലെ ഒരു പൊതുവിഷയത്തിൽ കൈകാര്യം ചെയ്ത രീതി ശരിയല്ല, ആ നടപടി ശരിയായില്ല. സിമിലർ കാര്യങ്ങളിലൊക്കെ ജനകീയ വിഷയം ഒരു ജനപ്രതിനിധി ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അയാളെ ഒരു ക്രിമിനൽ പുള്ളിയെ പോലെ കൈകാര്യം ചെയ്ത് വിവാദം ചൂടുപിടിച്ചതോടെ KPCC പ്രസിഡന്റ് K സുധാകരനും രമേശ് ചെന്നിത്തലയും MM ഹസനും രംഗത്തെത്തി. ഇതോടെ PV അൻവറിനെ മഹത്വവൽക്കരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. പൊതുമുതൽ നശിപ്പിച്ചുള്ള സമരം അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. എന്നാൽ ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാൻ നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ജനപ്രതിനിധിക്കില്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണോ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം? PV അൻവറിനെ മഹത്വവൽക്കരിക്കുന്ന മഹാത്മാഗാന്ധികളായി അവർ ദയവായി മാറുന്നു. നടപടിയെ ന്യായീകരിച്ച് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിലും രംഗത്തെത്തി. സർക്കാർ ഓഫീസ് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അടിച്ചു പൊളിച്ച് നശിപ്പിക്കുകയാണ്. അതിനൊരു MLA നേതൃത്വം നൽകുകയാണ്. ഈ തരത്തിലുള്ള പ്രവണതകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാവും. അതേസമയം വനം വകുപ്പ് ഓഫീസ് ആക്രമിച്ച കേസിൽ മുൻപെങ്ങുമില്ലാത്ത വേഗതയിലാണ് PV അൻവർ MLA അറസ്റ്റ് ചെയ്തത്. PV അൻവറിനെ ഒന്നാം പ്രതിയാക്കി രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയത്. 11 DMK പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.